സിവിൽ സർവീസസിനായി തയ്യാറെടുക്കുന്ന ആസ്പിരൻസിൻ്റെ മനസ്സിൽ തോന്നിയേക്കാവുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്നാണ് ഏത് ന്യൂസ് പേപ്പർ തങ്ങളുടെ റെഫറൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. ഒബ്വിയസ്ലി രണ്ട് ന്യൂസ് പേപ്പേഴ്സിലാണ് ഈ സംശയം ഒടുവിലെത്തിച്ചേരുക, ദ ഹിന്ദു ഓർ ദി ഇന്ത്യൻ എക്സ്പ്രസ്. ചില കാര്യങ്ങളിൽ ഡിപ്ലോമസിക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ ഉത്തരം പറയാം. നിങ്ങൾ സീരിയസ് ആയ ഒരു UPSC ആസ്പിരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലിസ്റ്റിൽ, നിങ്ങളുടെ റെഫറൻസ് ലിസ്റ്റിൽ നിങ്ങൾ ഒന്നാമതായി മെൻഷൻ ചെയ്യേണ്ടുന്ന ഒരു ഡോക്യുമെൻറ്റ്, ദ സിംഗിൾ സ്റ്റോപ്പ് സൊല്യൂഷൻ ഈസ് ദ ഹിന്ദു. എന്തുകൊണ്ട് ദ ഹിന്ദു ഇസ് പ്രിഫേർഡ് ഓവർ ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നുള്ളതിന് കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൂടി മെൻഷൻ ചെയ്യാം. ഒന്നാമത്തേത്, ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ അക്കാഡമിക് ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ന്യൂസ് പേപ്പറുമായും താരതമ്യത്തിന് പോലും സ്കോപ്പില്ലാത്ത ഒന്നാണ്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ വരുന്ന ഓരോ ആർട്ടിക്കിൾസും നിങ്ങൾ എടുത്തു വെച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ UPSC സിവിൽ സർവീസസിൻ്റെ ജനറൽ സ്റ്റഡീസ് പേപ്പറുമായി വളരെ ടൈറ്റ്ലി അലൈൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, 365 ദിവസം ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു UPSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് 70 മുതൽ 80% വരെ തങ്ങളുടെ സിലബസ് കംപ്ലീഷൻ പോലും സാധിക്കും എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതുകൂടാതെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ കണ്ടൻറ്റ് എൻറിച്ച്നെസ് എന്ന് പറയുന്നത് മറ്റൊരു സവിശേഷതയാണ്. മറ്റു പല ന്യൂസ് പേപ്പറുകളിലും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിലയബിൾ ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള, ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഇൻഫർമേഷൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് പലപ്പോഴും പോളിസി ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. UPSC മെയിൻസ് പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായ എസ്സേ പേപ്പറിനെ സംബന്ധിച്ച് UPSC സ്റ്റഡി സർക്കിൾസിൽ ഉടനീളം പലതരത്തിലുള്ള മിഥ്യാധാരണകളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു എസ്സേ സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം എസ്സേയിൽ ലാംഗ്വേജ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആസ്പിരൻസ് കൃത്യമായി ഇൻഫോംഡ് അല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു എസ്സേ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദാത്തമായ ഉദാഹരണം ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അക്കാഡമിഷ്യൻസ്, സ്കോളേഴ്സ് എന്നീ കാറ്റഗറിയിലുള്ള പേഴ്സണാലിറ്റീസിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയാണ് ദ ഹിന്ദു ന്യൂസ് പേപ്പറിനെ അക്കാഡമിക്കലി എൻറിച്ച്ഡ് ആക്കി മാറ്റുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ദ ലാംഗ്വേജ്. ഓൾമോസ്റ്റ് 90%-ലധികം കേരളത്തിലെ ആസ്പിരൻസും കൺസേൺഡ് ആയി കാണാറുള്ളൊരു കാര്യം, ദേ ആർ നോട്ട് ദാറ്റ് എക്സ്ട്രാ ഓർഡിനറിലി ഫ്ലുവൻറ്റ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. പക്ഷെ കൃത്യമായി മനസ്സിലാക്കുക, 6 മാസം റിലീജിയസ് ആയി, റിഗറസ് ആയി ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾ ഫോളോ ചെയ്യുമെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് എന്ന ഭാഷ വളരെ ഫ്ലെക്സിബിളായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷൻ കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തെ പത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ലീഗലി കറക്റ്റ് ആയിട്ടുള്ള, ടെക്നിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസസ് ആൻഡ് വേർഡിങ്സ് യൂസ് ചെയ്യുന്ന ഒരു പത്രമുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ. സേ ഫോർ എക്സാമ്പിൾ, നോ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ദ സ്പീക്കർ എന്ന് മറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തത് ഇറ്റ് ഈസ് ദ റിമൂവൽ റെസൊല്യൂഷൻ എഗെയിൻസ്റ്റ് ദ സ്പീക്കർ എന്നുള്ളതാണ്. വിച്ച് ഇസ് ടെക്നിക്കലി വാട്ട് ഇസ് ദ കറക്റ്റ് യൂസേജ്. അപ്പോൾ ഇത്തരം കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൊരു സിംഗിൾ ന്യൂസ് പേപ്പർ സൊല്യൂഷൻ നമ്മൾക്ക് അവൈലബിൾ ആണ് എങ്കിൽ there is only one option and that is the Hindu.